എല്ലാവർക്കും പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 17ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പോകുന്നത്. 16 റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. 17ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, 16 റിവിഷൻ ക്ലാസ്സിലായിട്ട് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് നമ്മൾ നോക്കുക. 17ാമത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ 23 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. 9 ഹെഡിങ് ആയിട്ടാണ് ഇന്ന് റിവിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 10 ഹെഡിങ് ആയിട്ടായിരുന്നു ഇതുവരെയുള്ള റിവിഷൻ ക്ലാസ്സിൽ നടത്തിയത്. ഇന്ന് ഒരു സ്പെഷ്യൽ 9 ഹെഡിങ് ആയിട്ട് 23 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹെഡിങ്ങിലും 2, 3, 5 മാക്സിമം വരുന്നുണ്ട്. അത്രയും പഠിച്ചു പോകുവാൻ ബുദ്ധിമുട്ടുള്ളവർ വളരെ കുറച്ച് പോർഷൻസ് പഠിച്ചു പോവുക. എന്തായാലും നമ്മൾ പഠിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒറ്റപ്പദം എന്ന് പറഞ്ഞ ഹെഡിങ് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. ഒറ്റപ്പദം കംപ്ലീറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ് മുതൽ ഒറ്റപ്പദം നമുക്ക് ഇല്ല. ഒറ്റപ്പദം എന്ന പറഞ്ഞ ഹെഡിങ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ റിവിഷൻ നടത്തുന്നില്ല. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നൽകിയത് ആദ്യമായാണ് ഈ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത്രയും ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. ഇതുവരെ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതുതായി ജോയിൻ ചെയ്യുന്നവർക്കും നമ്മുടെ റിവിഷൻ ക്ലാസ് എല്ലാം നടന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നടത്തുന്നത് മലയാളത്തിൻ്റെ മാത്രം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നടത്തി പോകുന്നത്. നമ്മൾ പദശുദ്ധി, പര്യായപദങ്ങൾ, അർത്ഥവ്യത്യാസം, കവിവാക്യങ്ങൾ, അർത്ഥം, തർജ്ജമ, പഴഞ്ചൊല്ലുകൾ, ആത്മകഥകൾ, വിശേഷണങ്ങൾ, ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിദഗ്ധൻ, പുനഃസൃഷ്ടി, അണ്ടകടാഹം, ദശരഥൻ, ഹാർദം, രാപകൽ, പിന്നാക്കം, മുന്നാക്കം. വിദഗ്ധൻ, പുനഃസൃഷ്ടി, അണ്ടകടാഹം, ദശരഥൻ, ഹാർദം, രാപകൽ, പിന്നാക്കം, മുന്നാക്കം. ഇങ്ങനെ 8 പദങ്ങളാണ് നമ്മൾ ഇന്ന് പുതുതായിട്ട് പഠിക്കുന്നത്. ഈ 8 പദങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് നോക്കണേ. നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക. അറിയാൻ വയ്യാത്തത് മാത്രം ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. അറിയാമെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി പോകണം കേട്ടോ. പിന്നീട് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കുറേ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മൾ എത്രത്തോളം സ്റ്റെപ്പ് കയറി എന്നുള്ളത് നമുക്ക് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അടുത്തതാണ് പര്യായപദങ്ങൾ. ബ്രഹ്മാവ്, മഞ്ഞ്, ഈ 2 പദങ്ങളുടെ പര്യായപദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മാവ്, വിരിഞ്ചൻ, അജൻ, സ്വയംഭൂ, നാൻമുഖൻ, പിതാധാവ്, പിതാമഹൻ. വിരിഞ്ചൻ, അജൻ, സ്വയംഭൂ, നാൻമുഖൻ, പിതാധാവ്, പിതാമഹൻ. ഓക്കെ, മഞ്ഞ്, അടുത്തതാണ് മഞ്ഞ്. നീഹാരം, തുഷാരം, പ്രാലേയം, ഹിമം, തുഹിനം. നീഹാരം, തുഷാരം, പ്രാലേയം, ഹിമം, തുഹിനം. അടുത്തതാണ് അർത്ഥവ്യത്യാസമേ. 4 പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് 2 സെറ്റായിട്ട്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ വളരെ ഒരു ലക്ഷ്യം നമുക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇച്ചിരി കഷ്ടപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നത് പിന്നീട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഓർത്താൽ മാത്രം മതി. അതൊന്ന് ഓർത്ത് നോക്കുക. ഗവൺമെൻറ് ജോലി ഉള്ളവരെ അടുത്ത ഒരു സ്റ്റെപ്പാണ്. പക്ഷെ നമ്മളത് സ്വന്തമാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു പണിയാണ് കേട്ടോ. നന്നായിട്ട് ഉറക്കളച്ചിരുന്ന് നമ്മുടെ ഇഷ്ടം പല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന ഒരു വലിയൊരു വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അർത്ഥവ്യത്യാസം, പദം, വാക്ക്, പദം, വഴി, ഭവനം, വീട്, ഭൂവനം, ലോകം. അങ്ങനെ 4 അർത്ഥവ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചത്. പദം, വാക്ക്, പദം, വഴി, ഭവനം, വീട്, ഭൂവനം, ലോകം. അടുത്തതാണ് കവിവാക്യം. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ചങ്ങമ്പുഴയുടെ ഇരുളിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ചങ്ങമ്പുഴയുടെ ഇരുളിൽ. ഓക്കെ, അർത്ഥം, 2 പദങ്ങളുടെ അർത്ഥം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇരവി, സൂര്യൻ, ഇലിയം, എലി. ഇരവി, സൂര്യൻ, ഇലിയം, എലി. അടുത്തതാണ് തർജ്ജമ. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, കപട സുഹൃത്ത്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, കപട സുഹൃത്ത്. കീപ് വൺസ് ഹെഡ് എബോവ് വാട്ടർ, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുക.
കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുക. പഴഞ്ചൊല്ലുകളാണ് അടുത്തത്. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ആത്മകഥകളാണ് അടുത്തത് നോക്കുന്നത്. അരങ്ങ് കാണാത്ത നടൻ, തിക്കൊടിയൻ. തിക്കൊടിയൻ എന്ന് പറയുന്നത് പി കുഞ്ഞനന്ദൻ നായരാണേ. അരങ്ങ് കാണാത്ത നടൻ എന്ന് പറഞ്ഞ ആത്മകഥ എഴുതിയത് തിക്കൊടിയനാണ്. തിക്കൊടിയന്റെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ. തിക്കൊടിയന്റെ യഥാർത്ഥ പേര് പി കുഞ്ഞനന്ദൻ നായരാണ്. വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. കേരള വ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള ഓഫ്യൂസ് എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഓഫ്യൂസ് എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അങ്ങനെ 23 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിഗംഭീരമായി സക്സസ് ആയി നമ്മൾ റിവിഷൻ നടത്തിയിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാനത് റിവിഷൻ നടത്തിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും അറിയാൻ വയ്യാത്തതൊന്ന് എഴുതി വെച്ച് പഠിക്കുക, നോട്ട് ചെയ്യുക. വളരെ വലുതായിട്ടോ വളരെ ഇലാബറേറ്റഡ് ഒന്നും എഴുതണമെന്നില്ല. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്ന് എഴുതിയെടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നമ്മൾ ഇന്നെന്താ പഠിച്ചൊന്നൊന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പം ഒന്ന് മറന്നു പോകുന്നത് ആ സ്പോട്ടിൽ തന്നെ ഒന്ന് പോയി നോക്കുക, നോട്ടൊന്ന് മറിച്ച് നോക്കുക. കാരണം അത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും പഠിക്കുക. അത് മാത്രമായിരിക്കണം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്നത് വരെ നമ്മുടെ ഒരു എയിം. അത് മാത്രമായിരിക്കണം. നമുക്ക് കയറണം, എങ്ങനെയെങ്കിലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ സക്സസ് ആയിട്ട് നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണം. അതുവരെ നമ്മൾ കഷ്ടപ്പെടും കേട്ടോ. അതുവരെ നമ്മൾ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പല നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള എന്ത് വേണം, ഏത് രീതി വേണേലും ചൂസ് ചെയ്ത് നമ്മൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തേ പറ്റൂ. എങ്കിലേ നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും അത് മാത്രമേ പറയാനുള്ളൂ. എഴുതി വെച്ച് പഠിക്കുക. ഈ 9 ഹെഡിങ്ങിനകത്തുനിന്ന് 23 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 16 റിവിഷൻ ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ 17ാമത്തെ റിവിഷൻ ക്ലാസ്സും ഇന്നത്തെ റിവിഷൻ ക്ലാസ്സോടുകൂടി കഴിഞ്ഞു. സമയങ്ങളിൽ ഓരോ റിവിഷൻ ക്ലാസ്സും മലയാളത്തിന്റെ പോർഷൻ തീരുന്നത് വരെ മലയാളത്തിന്റെ സിലബസ് വൈസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും അത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ആഗ്രഹിച്ച പോലെ ജോലിക്ക് ജോയിൻ ചെയ്യുവാനും റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ആയിക്കോട്ടെ, റാങ്ക് ലിസ്റ്റിൽ വരുവാനും ആ ഒരു സന്തോഷം പങ്കിടുവാനും റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം അതിന് അഡ്വൈസ് മെമ്മോ വന്നതിന് ശേഷം വീണ്ടും ഓരോരോ സന്തോഷങ്ങൾ പടിപടിയായിട്ട് വന്നുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുത്ത് വിജയത്തിലെത്തുവാൻ സാധിക്കട്ടെ. അടുത്ത റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് 18ാമത്തെ മലയാളം റിവിഷൻ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം, റിവൈസ് നടത്താം. അടുത്ത റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.